ക്രൂരമായി ഉപദ്രവിച്ച 7 വയസ്സുകാരന് മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് ഡോക്ടർമാർ. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടാകുമെന്ന പ്രതീക്ഷയില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. എന്നാൽ വിദഗ്ധ സംഘം എത്തിയാലേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയൂ. പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആരോഗ്യനിലയിൽ ഒരു പുരോഗമനവും ഉണ്ടായില്ല. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. തലച്ചോറിലെ രക്തയോട്ടവും നിലച്ചിരിക്കുകയാണ്. വയറിനും ഹൃദയത്തിനും ശരീരത്തിലെ 20 ഇടങ്ങളിലും പരിക്കുണ്ട്. ശരീരത്തിനുള്ള അസ്ഥികൾക്ക് പൊട്ടലുള്ളതായി കാണുന്നില്ല. കുട്ടികളുടെ പിതാവ് 1 വർഷം മുമ്പ് മരിച്ചു പോയിരുന്നു. അതിനുശേഷം അമ്മയും 2 കുട്ടികളും അരുണിനൊപ്പമാണ് താമസിക്കുന്നത്. 7 വയസ്സുള്ള മൂത്ത കുട്ടിയുടെ തല നിലത്തടിക്കുകയും അലമാരക്കിടയിൽ വെച്ച് ഞെരിക്കുകയും ചെയ്തിരുന്നു. ക്രൂരപീഡനമാണ് കുഞ്ഞിനു നേരെ നടന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സോഫയിൽ നിന്ന് വീണതാണെന്ന് കള്ളം പറയുകയും പിന്നീട് സത്യം തുറന്നു പറയുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് ബിഗ് 14.